2026 BJP അരയും തലയും മുറുക്കി ഇറങ്ങുകയാണ്. നമുക്ക് തൃശ്ശൂരിലേക്ക് പോകണം. അവിടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ തിരിച്ചടി ഉണ്ടായെങ്കിലും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോവുകയാണ് തൃശ്ശൂർ BJP. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ സ്ഥാനാർത്ഥി മോഹികളുടെ തള്ളിക്കയറ്റം ഇപ്പോഴില്ല. പക്ഷേ എ ക്ലാസ് മണ്ഡലം എന്ന പദവിയിൽ തൃശ്ശൂർ തുടരുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ തുടങ്ങി സിനിമാ താരങ്ങളെ വരെ തൃശ്ശൂരിലേക്ക് പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം. ജെയ്സൺ ചാമോളപ്പിലാണ് ചേരുന്നത്. ജെയ്സൺ, ഒരു പിടിവലി തൃശ്ശൂരിനെ ചൊല്ലി ഇപ്പോൾ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ കെ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ തുടങ്ങി പ്രമുഖരുടെ പേര് തന്നെയാണ് ഇപ്പോഴും സജീവ പരിഗണനയിലുള്ളത്, അല്ലേ? വിനീത, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിരവധി പേരുടെ മനസ്സിൽ താമര വിരിഞ്ഞത് തൃശൂർ നിയമസഭാ മണ്ഡലം കണ്ടാണ്. നിയമസഭാ മണ്ഡലത്തിലുണ്ടായ വലിയ മുന്നേറ്റം, വലിയ പ്രതീക്ഷയാണ് പ്രധാനമായും സംസ്ഥാന നേതാക്കളുടെ ഉള്ളിലേക്ക് കയറ്റിവിട്ടത്. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ മുതൽ MT രമേശ് മുതൽ ശോഭാ സുരേന്ദ്രൻ തുടങ്ങി അങ്ങനെ നിരവധി പേരുകൾ തൃശ്ശൂരിലേക്ക് പരിഗണിക്കപ്പെട്ടു. പരിഗണിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വയം പരിഗണിച്ചു. വലിയ മോഹവുമായി തൃശ്ശൂരിൽ തമ്പടിച്ചു. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അത്തരം മോഹങ്ങളെല്ലാം അസ്തമിച്ച മട്ടാണ്. അതുകൊണ്ട് തന്നെ പഴയ പേരുകളെല്ലാം തന്നെ ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുന്നു. അവസാനം മാത്രം ഒരുപക്ഷെ പരിഗണിക്കുമായിരുന്ന പത്മജ വേണുഗോപാലിന്റെ പേരിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. കെ സുരേന്ദ്രനും പത്മജ വേണുഗോപാലിലേക്കും എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ വലിയ നിര ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നു. പ്രതീക്ഷകൾ കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 35 ഡിവിഷനുകളിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു BJP എന്നത് എടുത്തു പറയേണ്ട. പക്ഷേ ഇത്തവണ 8 ചുരുങ്ങി 6 നിന്ന് 2 വർദ്ധിപ്പിക്കാൻ മാത്രം BJPക്കായുള്ളൂ. അതാണ് പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വന്നാൽ പ്രധാനമായും കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ നേരത്തെ പരിഗണിച്ചു. പക്ഷേ പല നേതാക്കളുടെയും മനസ്സിലുള്ള ചില പേരുകൾ സിനിമാ നടന്മാരുടേതാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉണ്ണി മുകുന്ദനും നടൻ ജയറാമും നടൻ ദേവൻ തുടങ്ങി പല പേരുകളും ഇവിടേക്ക് അവസാന ഘട്ടത്തിൽ പരിഗണിക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സുരേഷ് ഗോപിയുടെ മനസ്സിൽ നിരവധി സിനിമാ താരങ്ങളുടെ പേരുണ്ട്. അതിൽ ചില പേരുകളാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ഏതായാലും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഇവിടെ മത്സരിപ്പിക്കേണ്ടി വരും. വലിയ മത്സരം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രതാപം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ് വിനീത. അത്തരമൊരു യാഥാർത്ഥ്യം നിൽക്കുമ്പോഴും തൃശ്ശൂരിന് വേണ്ടി ഇപ്പോഴും ചില നേതാക്കൾ രംഗത്തുണ്ട്. സിനിമാ താരങ്ങൾ സർപ്രൈസായി അവിടെ എത്തുമോ എന്നുകൂടി അറിയണം. ജെയ്സൺ ചാമോളപ്പിലാണ് തൃശ്ശൂരിന്റെ സാധ്യതകളെ കുറിച്ച് വിലയിരുത്തിയത്.